കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നതായി പരാതി. ആയിരക്കണക്കിന് സാധാരണക്കാരായ രോഗികൾ ദിവസവും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ അധികൃതർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നും വിമർശനമുണ്ട്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയെ തുടർന്ന് പേരാമ്പ്ര സ്വദേശിയായ 57-കാരി മരിച്ചു. ശസ്ത്രക്രിയയെ തുടർന്ന് പേരാമ്പ്ര സ്വദേശിയായ 57-കാരി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിപ്പിച്ച വയോധികയുടെ മരണത്തിനു പിന്നിൽ ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. 2017-ൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കത്രിക മറന്നുവെച്ച സംഭവത്തിൽ നീതി തേടിയുള്ള ഹർഷിനയുടെ സമരമടക്കം ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഡോക്ടർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. വർഷങ്ങളായി നീതിക്കായുള്ള പോരാട്ടത്തിലാണ് ഹർഷിന. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ രോഗികൾക്ക് പിന്നെ എവിടെ പോകാൻ കഴിയും? ഹർഷിനക്ക് ഉണ്ടായ ആ ദുരിതം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹർഷിനയുടെ വിഷയം വന്നപ്പോൾ ഗവൺമെൻറ് വേണ്ട നടപടിയെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം നെഗ്ലിജൻസുകൾ തുടരുന്നത്. ഇപ്പോൾ വിലാസിനിയിലെത്തിയിരിക്കുന്നു. 57 വയസ്സുള്ള അവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അന്വേഷണം നടത്തി കർശനമായ നടപടി സ്വീകരിക്കണം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം. പേരാമ്പ്ര കൂത്താളി സ്വദേശിയായ രജനി മരിച്ചത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നെന്ന പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിട്ട് മാസങ്ങളെയായുള്ളൂ. അടിയന്തര ശസ്ത്രക്രിയ ലഭിക്കാതെ യുവാവ് അബോധാവസ്ഥയിലായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വരെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ചികിത്സാ പിഴവ് മൂലം കുഞ്ഞിന് വളർച്ചാക്കുറവുണ്ടായെന്നും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു എന്നും ആരോപിച്ച് പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശിയായ അനുശ്രീ രംഗത്തു വന്നതും വലിയ വാർത്തയായിരുന്നു. 4 വയസ്സുകാരിയുടെ വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയതും പിഴവ് വരുത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതും കഴിഞ്ഞ വർഷമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഗുരുതര പിഴവുകൾ ആവർത്തിക്കുന്നത് രോഗികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്.